Greetings to you in the name of our Lord and Savior Jesus Christ. ക്രിസ്തു യേശുവിൽ ഞങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഗുജറാത്ത് സെൻറ്റർ സേവികാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന നോമ്പ് കാലത്തിലെ ധ്യാനങ്ങളിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം ഈ ധ്യാനങ്ങളിൽ കൂടെ നമ്മളെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless you all. Thank you. His very first message was simple and profound. Repent, for the kingdom of heaven is near. These words are not just an invitation, but a command, a call to turn away from sin and turn towards God. ദൈവത്തിലേക്ക് തിരിയുവാനും പാപത്തിൽ നിന്ന് തിരിയുവാനുമായി ആഹ്വാനവും ദൈവത്തിൻ്റെ വചനവും ആണ് ഈ വേദഭാഗം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. Repentance is more than just feeling sorry for our mistakes. It is a complete transformation of the heart, mind and actions. വെറും കുറ്റബോധം മാത്രമല്ല, അനുതാപത്തിലേക്ക് ആണ് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം നയിക്കേണ്ടത് എന്നാണ് ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവൃത്തിയുടെയും അനുതാപത്തിലേക്ക്. It is a shift from self-reliance to total surrender to God. ദൈവത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുക. True repentance requires recognizing our sin, confessing it before God, and actively choosing to walk in righteousness. ശരിയായുള്ളൊരു അനുതാപം, യഥാർത്ഥ അനുതാപം എന്ന് പറയുന്നത് നമ്മുടെ തെറ്റിനെ നമ്മൾ തിരിച്ചറിയുക, അത് ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ ഏറ്റുപറയുക, അതുപോലെ ദൈവനീതി പാതയിലേക്ക് നടക്കുന്നതിന് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. Jesus calls to repentance reminds us that the kingdom of heaven is near, not just as a future reality, but as a present invitation. God desires to be close to us, but sin separates us from Him. Through repentance, we are restored, renewed, and realigned with His will. ദൈവം നമ്മളെ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് വചനം കേൾപ്പിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമായൊരു സത്യമാകുന്നുവെന്നും ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു എന്നതും ആകുന്നു. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളുടെ കൂടെ ആയിരിക്കുന്നതിനും പാപം ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുവാൻ അനുവദിക്കാതെ വണ്ണം നമ്മൾ രൂപപ്പെടണമെന്നും പുതുതാകണമെന്നും ആണ് ആഗ്രഹിക്കുന്നത്. Is there anything in your life that God is calling you to turn away from? എന്താണ് ദൈവത്തിങ്കലേക്ക് തിരിയുവാനായി ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? Are you fully surrendered to Christ, or are there areas where you still hold back? നമ്മളെ തന്നെ പൂർണ്ണമായ ദൈവത്തിലേക്ക് സമർപ്പിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നമ്മളെ അതിന് തടസ്സം വരുത്തുന്നുണ്ടോ? How can you live in a way that reflects the nearness of God's kingdom? നമ്മുടെ ജീവിതത്തിൽ കൂടെ എങ്ങനെയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നത് വെളിപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരുന്നത്? നമുക്ക് ചിന്തിക്കാം, പ്രാർത്ഥിക്കാം. Heavenly Father, I come before you with a humble heart. Show me the areas in my life that needs change. Help me to turn away from sin and walk in your ways. Thank you for your mercy and grace. May I live each day aware of your kingdom and in step with your will. In the name of Jesus we pray. Amen. As we close, I want you all to think. Repentance is not a one-time event. It is a daily journey of drawing closer to God. Let today be the day you respond to His call. The kingdom of heaven is near. Thank you.